வெறும் வேஸ்டப்பா, வெறும் வேஸ்ட். ஒரு வாய்க்கு உள்ளதில்ல. என்ன சார் இப்படி நீங்க பண்ணுறதுக்கு வேண்டி ஒரு മൂവി എടുത്ത് பண்ணிட்டீங்களா? ഇത് നിങ്ങൾ അവന്റെ കഥകൾ കേൾക്കണം. കഥകൾ കേട്ടാൽ നിങ്ങൾ ഇതൊന്നും അല്ല. LCU തീർക്കുക. അതിനുശേഷം ഇതുപോലത്തെ സ്റ്റാൻഡലോൺ, മാൻഡലോൺ, എന്തെങ്കിലൊക്കെ എലോൺ, ക്രോസ് അലോൺ, ക്രോസ് ബ്രീഡ് തുടങ്ങിയ പടങ്ങളിലോട്ടൊക്കെ ഇറങ്ങുക. ഈ അമീർ ഖാനൊക്കെ എന്ത് തേങ്ങാപ്പിണ്ണാക്കിനാണ് ഈ പടത്തിൽ പിടിച്ചിട്ട് ഒരു പിടുത്തമില്ല. ഒന്നുമില്ല. അമീർ ഖാനെ വന്ന് പട്ടിക്കോമാളിയാക്കിയെന്നേ ഉള്ളൂ. മൂപ്പര് 10 ദിവസം ഇത് കേട്ട് അല്ലെങ്കിൽ 10 വട്ടം ഇതിന്റെ സ്ക്രിപ്റ്റ് കേട്ട് അത്രയും വട്ടമൊക്കെ കഴിഞ്ഞിട്ടാണ് മൂപ്പര് ഈ സാധനം ചെയ്യാന്നൊക്കെ പറഞ്ഞ് ഇതിന് 2 മിനിറ്റിനാണ്. നേരത്തെ പേടിയുണ്ടാ? എനിക്കൊന്നും ആയില്ല. എനിക്കെല്ലാമായി തൃപ്തിയായി. അതില് ഒന്നുമില്ല. ചങ്ങായിക്ക് രണ്ടേ ഡയലോഗ് ഉള്ളൂ. അങ്ങനെ ഒരാളുടെ പടത്തിനൊരു ആവശ്യമില്ല. വെറുതെ കുത്തിക്കയറ്റിയൊരു സാധനം. ഈ നാടകം തീർന്നാൽ എനിക്കൊരു കാര്യം പറഞ്ഞു തരണം. എന്തായിരുന്നു എന്റെ വേഷത്തിന്റെ പേര്? കോമാളി, വിദൂഷകൻ, അല്ലെങ്കിൽ വെറും തമ്മി? അങ്ങനെ മൊത്തത്തില് ഇത് അങ്ങ് ഒരു സുമാർ പടമായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇത് അങ്ങ് സെറ്റായില്ല. മൊത്തത്തിൽ പവർ ഇല്ല. അത് മേടിച്ചില്ല, അതുകൊണ്ട് അത് ലാഭിച്ച്. ഇറാഖിൽ മിസൈൽ വീണ പോലെ ആയല്ലോ. ആകപ്പാടെ കടവും കടപ്പടി, കൂട്ടത്തിലൊരു ഉരുപ്പടി, പോരാത്തതിന് കയ്യിലൊരു കുറിപ്പടി. കിടപ്പാടം പോവുക. സാധ്യത ഇല്ലാതല്ല. മേലിൽ ഇത്തരം സംഭവങ്ങൾ പറ്റാതെ സൂക്ഷിക്കുക. അഥവാ പറ്റിപ്പോയെങ്കിൽ എല്ലാം നിന്റെ വിധിയാണെന്ന് സമാധാനം. நெல்சன் வர்றாங்க, இந்த வீட்டில் நல்ல காஃபி கிடைக்குமான்னு கேட்குறாங்க. இவர் கதை சொல்கிறத கேட்குறாங்க. நான் கமல் ஃபேன்னு சொல்லி நான் கேட்டேன். ஏன்னா எனக்கு அவர் அங்கே ஸ்க்ரீனில் செலிப்ரேட் பண்ணுறதுங்கிறது அப்படி பிடிக்கும். ஸோ என்னோட விஷனில் நான் ரஜினி சாரை ஒன்று நினச்சிட்ருக்கேன். அதை நான் இதில் காட்ட போகிறேன். அவ்வளோதான். நீங்கள் யார் ஃபேனு அப்படின்னு நான் கேட்டேன். பயங்கரமான ஒரு எக்ஸ்பெரிமெண்டல் ஃபிலிம் தான் அது. LCUவில் அது இட்ஸ் ஸ்டாண்ட் அலோன் ஃபிலிம் அண்ட் ஐ எம் ஸோ எக்ஸைட்டட் அபவுட் தட் ஃபிலிம். அப்போ புரியல, இப்போ புரியுது. ഇതൊരു മാതിരി വേലിയായിരുന്ന പാമ്പിനെ എടുത്ത് അവിടെ ഒന്നും വെച്ചേക്കല്ലേ. സാരില്ല വല്യച്ഛ. എന്റെ പറയീസ, എന്റെ ഗതിയോ ഇങ്ങനെയായി. ഇനിയിപ്പോ നിന്റെയൊക്കെ ഗതി എന്താവുന്നോ എങ്ങനെയാവുന്നോ ആർക്കറിയാം. എന്റെ പുണ്യാളോ കാത്തോളനെ മാത്രം കാര്യമില്ലടാ, കുറെയൊക്കെ ഭാഗ്യം കൂടി വേണം. അല്ല, നിങ്ങളെ പോലെ വലിയൊരാള് അടി തെറ്റിയ അനയും വീഴും. പിന്നെ അനിരുദ്ധന്റെ മ്യൂസിക് ഒക്കെ നല്ലതാണ്. പക്ഷെ ഒരുപാട് അടുത്ത് ആവശ്യമില്ലാതെ ആ മ്യൂസിക് ഇടുന്നുണ്ട്. അപ്പൊ അത് കേട്ട് നമുക്ക് അത് കുറച്ച് അരോചകമാകുന്നുണ്ട്. അത്രയ്ക്ക് ബോറായിരുന്നു. അത്രയ്ക്ക് ബോറല്ല, പരമ ബോറായിരുന്നു. ഒരു ചാൻസ് കിട്ടി അത് ഓവറാക്കും അല്ലടാ ഫുൾ. അല്ല നാമം എന്താണെന്നും ഉണ്ടായിരിക്കുന്നത്. അപ്പൊ എനിക്ക് ആദ്യമേ പറയാനുള്ളത്, ജോസിന് എന്തോ ഐഡിയ പറയാണ്ട്. എന്താ ജോസേ? ലോകേഷിന്റെ അടുത്ത് LCU എത്രയും വേഗം തീർക്കുക.